കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഡിസംബർ 8-ാം തീയതി ഇപ്പോൾ വിധി വരാനിരിക്കെ നിരവധി കാര്യങ്ങൾ പ്രോസിക്യൂഷൻ നിരത്തുന്നുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിലെല്ലാം ദിലീപിനെതിരെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദിലീപ് പലതവണ കാവ്യയുടെ പേര് മാറ്റി സേവ് ചെയ്തിട്ടുള്ളതായി കാണപ്പെടുന്നുണ്ട്. കാവ്യ വർഷങ്ങളായി ഒരു നമ്പറാണ് യൂസ് ചെയ്യുന്നത്. ആ യൂസ് ചെയ്യുന്ന നമ്പർ തന്നെ പലതവണ മാറ്റി സേവ് ചെയ്തിട്ടുള്ളതായി പ്രോസിക്യൂഷൻ ഇതിനോടകം തെളിവുകൾ ഹാജരാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലൂടെ തന്നെ പല കാര്യങ്ങൾ കൃത്രിമത്വമായി തന്നെ ദിലീപ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. ഇത് ക്വട്ടേഷൻ കാരണം നടിയുടെ വെളിപ്പെടുത്തലായി മാറിയിരിക്കുകയാണ്. കൊട്ടേഷൻ ഏർപ്പെടുത്തിയത് നടിയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിധിക്ക് 3 നാൾ ബാക്കി നിൽക്കെ വിചാരണ കോടതിയിൽ നടന്ന വാദങ്ങളുടെ വിവരങ്ങൾ പുറത്തുവന്നു. ഡിസംബർ 8-നാണ് കേസിൽ അന്തിമ വിധി വരിക. വിചാരണ കോടതിയിലെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. കാവ്യ ദിലീപ് ബന്ധമാണ് നടിയെ ആക്രമിച്ചുകൊണ്ടുള്ള കൃത്യത്തിന് കാരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കാവ്യയുടെ നമ്പറുകൾ പല പേരുകളിലാണ് ദിലീപ് ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത്. രാമൻ, RUK, അണ്ണൻ, മീൻ, വ്യാസൻ എന്നീ പേരുകളിലാണ് കാവ്യയുടെ നമ്പറുകൾ സേവ് ചെയ്തിരിക്കുന്നത്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരിൽ നിന്ന് മറച്ചു പിടിക്കാനായിരുന്നു ഇത്തരത്തിൽ മറ്റു പേരുകൾ നൽകിയിരുന്നതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ദിൽക എന്ന പേരിലാണ് ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്. ഈ നമ്പർ ഉപയോഗിച്ചിരുന്നത് ദിലീപാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദ്യം. കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം നടി പുറത്തു പറഞ്ഞതാണ് കൊട്ടേഷന് കാരണമെന്ന് പ്രോസിക്യൂഷൻ തന്നെ വാദിച്ചു. അതേസമയം പ്രോസിക്യൂഷൻ ആരോപണം തള്ളിയാണ് ദിലീപ് കോടതിയിൽ വാദിച്ചത്. കൊട്ടേഷൻ നൽകിയതിന് തെളിവില്ലെന്നും പോലീസ് കെട്ടിപ്പൊക്കിയ കെട്ടുകഥകളാണെന്നും ദിലീപ് വാദിച്ചു. ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും മഞ്ജുവായുള്ള വിവാഹമോചനത്തിന് നടി ഒരു കാരണമല്ലെന്നും ദിലീപ് വാദിച്ചു. 2012-ൽ തന്നെ മഞ്ജു വാര്യരും ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞിരുന്നുവെന്ന് പ്രോസിക്യൂഷന്റെ വാദത്തിലുണ്ട്. ദിലീപിന്റെ ഫോണിൽ വന്ന മെസ്സേജിലൂടെയാണ് ഇക്കാര്യം അറിയുന്നത്. മറ്റു പേരുകളിൽ വന്ന മെസ്സേജിൽ സംശയം തോന്നിയതോടെ മഞ്ജു വാര്യർ സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസിനൊപ്പം നടിയെ പോയി കാണുകയായിരുന്നു. തുടർന്ന് നടി ഇക്കാര്യം പറയുകയും ചെയ്തുവെന്ന് പ്രോസിക്യൂഷന്റെ വാദമുണ്ട്. 2017 ഫെബ്രുവരി 17-ന് തന്നെ രാത്രി 9 മണിക്ക് കൊച്ചി നഗരത്തിലൂടെ ഓടിയ കാറിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. നടൻ ദിലീപ് ഉൾപ്പെടെ 9 പേരാണ് കേസിലെ പ്രതികളായിട്ടുള്ളത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ ഡിസംബർ 8-ന് വിധി പറയുക. പൾസർ സുനിയാണ് കേസിലെ 1-ാം പ്രതി. നടൻ ദിലീപ് 8-ാം പ്രതി. കേസിലെ വിചാരണയ്ക്കിടെ 28 സാക്ഷികളാണ് കൂറുമാറിയത്. ആദ്യഘട്ടത്തിൽ ദിലീപിനെ പ്രതി ചേർത്തിരുന്നില്ല എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞ സത്യം. ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെടുന്ന ഒരു കേസായി തന്നെ ദിലീപിന്റെ കേസ് മാറുകയാണ്. പ്രേക്ഷകരെല്ലാവരും കൃത്യമായി തന്നെ നോക്കിയിരിക്കുകയാണ്. ഡിസംബർ 8-ാം തീയതി എന്താണ് വിധി വരുന്നത് എന്നതാണ് കൃത്യമായി എല്ലാവരും അറിയുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.